ഹായ്, ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ പറയാൻ എത്രത്തോളം ക്ലിയർ ആവുമെന്നറിയില്ല, ബിക്കോസ് എന്നല്ല എനിക്ക് മൈക്കില്ല. അപ്പോൾ ചിലപ്പോൾ വോയിസ് ബ്രേക്ക് ആകുമായിരിക്കും. ഇനിവേ അപ്പം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിനാ വന്നാ ഷൂടാ വന്നത്? ഇതാ ഷൂ ഞാനാണാ നമുക്കൊരു വന്നേ അടി ഇവിടെ ഷൂട്ടേവാ നീ വന്നോണ്ടാ നീ പോയി. ഞാൻ വിളിച്ചു വരുത്തിയിട്ട് വേണം ഈ സാധനം ഇടിക്കുക. എത്ര നേരത്തെ പരടെ എന്തെങ്കിലും ഇട്ടിട്ടെടുക്കുക എന്നുള്ളത്. അങ്ങനെ ആ ഷൂ ഇടുന്നതിൽ ഞാൻ തോറ്റ് പിന്മാറി. അവൻ്റെ അച്ഛൻ ഇടിച്ചാൽ മതിയെന്നും പറഞ്ഞ് താഴെ പോയിന്ന് ഷൂ ഇടണേ കാണുന്നുണ്ട്. ഇത് അച്ഛൻ മോന എന്തിനും അച്ഛൻ 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 പോകാറങ്ങി നിൽക്കും. അപ്പം ചെറിയൊരു മഴക്കാറുണ്ട്, വെയിലുണ്ട്, അങ്ങനത്തെ ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ല. കുറച്ച് ഇന്നലെ രാത്രി ഒരു നല്ലൊരു പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പനിയില്ല അവന്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിക്കണം. പിന്നെ കുറച്ച് ചില്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ല കാറ്റാണ്. ഉണ്ടോ, ഞാനിത് പറക്കൊക്കെ നല്ല കാറ്റുണ്ട്. ായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഇതുവരെ വന്നിട്ടില്ല ഫുഡ്. ആളിവിടെ നിന്ന് മിഠായി നിന്നുകൊണ്ടിരിക്കുക. കുഞ്ഞു സാർ വരുമോ? അങ്ങനെ നമ്മുടെ കാത്തിരുന്ന ഫുഡ് വന്നു കിട്ടാ. അവൾ ഫോട്ടോ എടുത്തിട്ട് ഇതാ കഴിക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുമായിരുന്നു. ചേട്ടൻ തന്നെ വീഡിയോ പിടിക്കാനാ. ആ ചിക്കൻ ഇത്തിരി എടുത്ത് എങ്ങനെയുണ്ടെന്ന് കാണിച്ചാൽ ചിക്കൻ ഇനി പണി സ്പീഡാക്കിയില്ലെങ്കിൽ പണി കിട്ടും. ആൾക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ശാഠ്യം കൂടുതലാണ്. അതെ, എൻ്റെ ഈ വീഡിയോക്ക് ചില പ്രശ്നങ്ങളുണ്ടാകും. എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ബോക്സിൽ പൊങ്കാലിടരുത്. വേറെ ഒന്നുമല്ല. ഫസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചാനലായിരുന്നു. ആദ്യത്തെ തുടങ്ങുമ്പോൾ ആദ്യമായിട്ടായിരിക്കും അറിയാം. പക്ഷെ ഞാൻ അത്ര വലിയ എക്സ്പീരിയൻസ് ഇല്ല. ക്യാമറ ഹാൻഡിൽ ചെയ്തൊന്നും വലിയ എക്സ്പീരിയൻസ് ഇല്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ അങ്ങനെ ഞാൻ ഭയങ്കര അങ്ങനെ അറിയില്ല. ചായ വൈകുന്നേരത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. അടുക്കളയിലൊരു എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വർക്ക് ഉണ്ടാവും. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ എല്ലാ ഒരു ഹൗസ് വൈഫിനും അതൊക്കെ തന്നെ ആയിരിക്കും ഡ്യൂട്ടി എന്നറിയാം. അപ്പോൾ ഞാനിന്ന് വന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടെന്ന പച്ചക്കറികൾ ഉണ്ടോ. ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇത് മെസ്സായി കിടക്കുകയെന്നല്ല. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ സാധനവും കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി എല്ലാത്തിലേക്കും സെറ്റ് ചെയ്ത് വെക്കണം. എല്ലാത്തിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു ശരിയാകുള്ളൂ. അപ്പോൾ ഈ മേടിച്ചിരുന്ന പച്ചക്കറികളൊക്കെ എല്ലാം കൂടി ഇനി സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ വഴിയെ കാണാം. ശരിക്കും നല്ല ശരി. ഇതിപ്പോൾ സെറ്റ് ചെയ്ത് തുടങ്ങി. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്തെ കറിക്ക് കുഞ്ഞു കറിക്ക് കൊച്ചിന് ഒരു ചെറിയ ചാറ് വെക്കാനായിട്ടുള്ളതാണ്. അപ്പം അത് സത്യം പറഞ്ഞാൽ മേടിച്ചുകൊണ്ട് വരിക അതത്ര വലിയ പാടല്ല. പക്ഷെ ഇത് മേടിച്ചിട്ട് എനിക്ക് ആർക്കൊക്കെ അങ്ങനെ ഉണ്ടെന്നറിയില്ല. എനിക്ക് മേടിച്ചിട്ട് വരുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ മേടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് വെക്കുക എന്നറിയില്ല. അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുഞ്ഞെണീറ്റെന്ന് തോന്നുന്നു. ചെറിയ സൗണ്ട് കേട്ടു. എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പ്രാന്തുണ്ട്. കൊച്ചു കരയണ പോലെ തോന്നും, വിളിക്കണ പോലെ തോന്നും. അതെനിക്ക് അടുക്കളയിൽ നല്ല ഇപ്പോൾ ബാത്റൂമിലാണെങ്കിൽ തോന്നും. ഇല്ല ആൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് മൈക്കില്ല. അപ്പോൾ ചിലപ്പോൾ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്കറിയില്ല. ആൾ നല്ല ഉറക്കമാണ്. അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ എഴുന്നേറ്റ് പോയി.
അമ്മ ഒന്ന് കടയിലേക്ക് പോയപ്പോൾ പിന്നെ കുറേശ്ശെ ഞങ്ങൾക്ക് വീണ്ടും കറങ്ങി ഞങ്ങളുടെ ബാൽക്കണി തന്നെ വന്നു. കുറേശ്ശെ വീഡിയോസായിട്ട് ഞാൻ കാണിച്ചു തരാം. കപ്പ നല്ല കുരുമുളകിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇപ്പുറത്ത് പനി കാരണമുള്ള ഉണക്കച്ചെമ്മീൻ നാടൻ സ്റ്റൈലിൽ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ തക്കാളിച്ചാറ്. ഇച്ചിരി ഉള്ളൂ, കാരണം ഞങ്ങൾക്ക് നാളെ സാമ്പാറാണ്. അപ്പോൾ വേസ്റ്റായി പോകും. ഇപ്പം ആകും 2 മിനിറ്റ്. ഉച്ചക്കത്തെ ഒരു ഇച്ചിരി എനിക്ക് ഇത്രയും മതി ചെമ്മീൻ, അതുകൊണ്ട് ഇച്ചിരി ചെമ്മീൻ ഫ്രൈ. ഇങ്ങോട്ട് നോക്കുമ്പോൾ വീഡിയോയിലേക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കറി വെക്കണത്, അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടി ചെയ്യണമല്ല. അല്ല ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന സമയത്താണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തപ്പോഴേക്കും അതിനകത്ത് ഞാൻ വൈൻഡ് അപ്പ് സെക്ഷൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുഞ്ഞുറങ്ങിയായിരുന്നു. അപ്പോൾ ലൈറ്റ് ഇട്ടാൽ അവൻ പ്രശ്നമാക്കും, എഴുന്നേറ്റ് പോരും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ്. ലവ് യു ആൻഡ് ബൈ.